ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിതിന് പുതിയ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നിവിടെ ഒരു അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാം. വാ, കുക്കിങ്ങിലേക്ക് പോകാം. ഈ അരക്കിലോ ചിക്കൻ്റെ അകത്ത്, അരക്കിലോ ഇല്ല, ഇച്ചിരി കൂടുതലാണ്. അതിൻ്റെ അകത്തോട്ട് ഉപ്പും കുരുമുളകും ഒരു നാരങ്ങയുടെ പകുതി കൂടെ പിഴിഞ്ഞൊഴിച്ച് നല്ലവണ്ണം ഒന്ന് പുരട്ടി വെക്കാവേ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മീഡിയം സൈസ് സബോള, 5-6 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത്ര ഇടാം. അതിൻ്റെ അകത്തോട്ട് ഒരു പിടി മല്ലിയിലയും പുതിനയും, 50 ഗ്രാം കശുവണ്ടി കുതിർത്ത് വെച്ചത്, ഇത്ര ഇട്ട് നല്ലവണ്ണം അരച്ചുകൊണ്ട് വരാവേ. അരച്ച ഈ അരപ്പ് നമ്മൾ ഈ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് നല്ലവണ്ണം അതിൻ്റെ അകത്ത് പുരട്ടി ഒരു 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം. എങ്കിലും ഇത് വെത്തി പിടിക്കുകയുള്ളൂ, മൊത്തം വെത്തി പിടിക്കണം. 2 മണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് വെക്കാം, അല്ലെങ്കിൽ തലേദിവസം ചെയ്ത് വെക്കണം. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ. ഇതെടുത്ത് ഇപ്പോൾ ഒരു ഫ്രൈ പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് സ്വല്പം ബട്ടർ മെൽറ്റ് ചെയ്തതും ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി വേണ്ട, പകുതി വെന്താൽ മതി. ഈ ഗ്രേവി കളയണ്ടേ, ഇത് വേണം, മാറ്റി വെക്കാം. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മറച്ചിട്ട് കൊടുക്കാവേ. ആവശ്യം കൂടെ വേവട്ടെ, മൂടി വെച്ച് കൊടുക്കും. ഇതിപ്പോൾ ആയിട്ടുണ്ടേ. നമുക്ക് ഓരോന്ന് വീതം കടായിലോട്ട് എടുത്തിടാം. എടുത്തിട്ട് ഓരോന്നും ഇത് കടായിലോട്ട് എടുത്തിടാവേ. അഫ്ഗാനി ചിക്കന് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഇച്ചിരി കനലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് സ്വല്പം ബട്ടറും നെയ്യും കൂടെ മിക്സ് ആക്കിയത് ഒഴിച്ചിട്ട് മൂടി വെക്കാം. ഇതവിടെ ഇരുന്ന് റെഡി ആവട്ടെ, പുറത്തോട്ട് സ്മോക്ക് പോകരുത്. കടായി ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ബട്ടറും നെയ്യും കൂടെ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. 2 കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ മുമ്പേ മാറ്റി വെച്ചിരുന്ന അരപ്പില്ലേ, അത് ഒഴിച്ച് കൊടുക്കാം. അതവിടെ കിടന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മൾ ചിക്കൻ ഉപ്പിട്ടതാണേ, അല്ലെങ്കിൽ ഗ്രേവിക്ക് ഉപ്പ് വേണ്ടേ. ഒരു 1/2 ടീസ്പൂൺ മസാല ഇടാവേ. പൊടിച്ച കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാവേ. ഇനി ചിക്കൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഇതിവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ, കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ട് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാവേ. അഫ്ഗാനി ചിക്കൻ റെഡിയായി. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.